നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോഴിക്കോട് അപ്പാർട്ട്മെന്റിൽ വിദ്യാർത്ഥിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത ഏറുകയാണ്. ബിഫാം വിദ്യാർത്ഥിനിയായ 21 വയസ്സുള്ള അത്തോളി സ്വദേശി ഐഷ റഷ്യയാണ് മരിച്ച നിലയിൽ അപ്പാർട്ട്മെന്റിൽ കണ്ടെത്തുന്നത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ ഇപ്പോൾ അത് ദുരൂഹതയുണ്ട് എന്ന് പറയാൻ കാരണം ഐഷയുടെ ബന്ധുക്കളൊക്കെ തന്നെ ഇപ്പോൾ അവരുടെ അഭിപ്രായം പറഞ്ഞു വരുമ്പോൾ ഐഷ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും മരിക്കാനായി മംഗളൂരിൽ നിന്ന് വരണമോ എന്നാണ് ബന്ധു പ്രതികരിച്ചിരിക്കുന്നത്. കേസിൽ യുവതിക്കൊപ്പം താമസിച്ചിരുന്ന ബഷീറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇയാളുടെ അപ്പാർട്ട്മെന്റിലാണ് സംഭവം നടന്നിരിക്കുന്നത്. ഇയാൾ ഒരു ജിം ട്രെയിനറാണ്. എങ്ങനെയാണ് മംഗളൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനി ഇവിടെ എത്തിയത് എന്നതിൽ കുടുംബത്തിന് യാതൊരു വ്യക്തതയുമില്ല എന്നും പറയുന്നുണ്ട്. ഓഗസ്റ്റ് 24-ന് ഐഷ കോഴിക്കോട്ടേക്ക് വന്നെന്നാണ് ബന്ധു പറഞ്ഞത്. ഐഷ റഷ്യയെ ആൺസുഹൃത്ത് ചിരവ കൊണ്ട് അടിച്ചതായി സുഹൃത്തും പറഞ്ഞിരുന്നു. മരണത്തിന് പിന്നിൽ അയാളാണെന്ന് ബന്ധു ആരോപിക്കുന്നു. ഐഷ മരിക്കുന്നതിന് കുറച്ചു മുൻപ് തന്റെ ഭാര്യയ്ക്ക് മെസ്സേജ് അയച്ചതായി ബന്ധു പറഞ്ഞു. പിന്നീട് 4 മണിക്കൂറോളം ഇൻസ്റ്റഗ്രാമിൽ ആക്റ്റീവായിരുന്നു. കേസിൽ കസ്റ്റഡിയിലായ ബഷീറുദ്ദീനെ തനിക്ക് അറിയില്ലെന്നും ബന്ധു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു ഐഷയുടെ മരണം സംഭവിച്ചത്. 10 മണിക്ക് ശേഷം ഒരു ബന്ധു വിളിച്ച് ആശുപത്രിയിൽ ഐഷയുണ്ടെന്നും ഒന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആശുപത്രിയിൽ എത്തുന്നത്. അപ്പോഴേക്കും മരിച്ചിരുന്നു. ബഷീറുദ്ദീൻ എന്ന ആളാണ് ഇവിടെ എത്തിച്ചത്. ആശുപത്രിയിൽ ആദ്യം ഭാര്യ എന്നാണ് ആൺസുഹൃത്ത് പറഞ്ഞത്. പിന്നീട് സുഹൃത്തെന്ന് മാറ്റി പറയുകയായിരുന്നു. ആശുപത്രിയിൽ നിന്നാണ് നടക്കാവ് പോലീസിനെ വിവരം അറിയിക്കുന്നത്. അന്വേഷിച്ചപ്പോൾ യുവാവ് കയ്യിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിരുന്നെന്നും ഒരു ബന്ധു പറയുന്നുണ്ട്. ഒരു കാരണവശാലും ഓണം അവധിക്ക് ഇവിടേക്ക് വരേണ്ട ആവശ്യം അവൾക്കില്ല. ഒരാഴ്ചയായിട്ടും കോഴിക്കോട് ഉണ്ടെന്ന് കേൾക്കുന്നു. എന്നാൽ അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. അടിമുടി ദുരൂഹതയാണ് ഈ മരണത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണം വേണമെന്നാണ്. യഥാർത്ഥ കാരണം എന്താണെന്ന് കണ്ടെത്തണമെന്നും ഐഷയുടെ ബന്ധു പ്രതികരിച്ചു. അതേസമയം പ്രതി ബഷീറുദ്ദീൻ ആശുപത്രിയിൽ എത്തിയ സമയം പേര് മുബഷീർ എന്നാണ് പറഞ്ഞതെന്നും സൂചനയുണ്ട്. ആ പേര് മാറ്റി പറഞ്ഞാണ് ഇയാൾ ഐഷയെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. മുബഷീറും വിദ്യാർത്ഥിനിയും ലിവിംഗ് റിലേഷനിലായിരുന്നെന്നും കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുവരും തമ്മിൽ വഴക്കിട്ടതായും വിവരമുണ്ട്. ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥിനി ആഗ്രഹം പ്രകടിപ്പിച്ചതായും എന്നാൽ യുവാവ് അനുവദിച്ചില്ലെന്നുമാണ് ഒരു ആരോപണം. മരണം സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പങ്കുവച്ചിട്ടില്ല. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ലഹരി ഉപയോഗം അടക്കമുള്ള സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ യഥാർത്ഥ മരണകാരണം എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. 3 ദിവസം മുമ്പാണ് ആൺസുഹൃത്ത് ബഷീറുദ്ദീന്റെ വീട്ടിലെത്തിയതെന്നാണ് വിവരം. എന്നാൽ ഇതൊന്നും ഐഷയുടെ എത്തിയതൊന്നും മറ്റുള്ള ഐഷയുടെ വീട്ടുകാർക്ക് അറിയില്ലായിരുന്നു. കോഴിക്കോട് എത്തിയെങ്കിലും അത്തോളിയിലെ വീട്ടിലേക്ക് ഐഷ പോയിരുന്നില്ല. ബഷീറുദ്ദീൻ യുവതിയെ ബ്ലാക്ക്മെയിൽ ചെയ്തതായും ഐഷയെ ഇയാൾ പലപ്പോഴും മർദ്ദിച്ചതായും സുഹൃത്തുക്കളും പറയുന്നുണ്ട്. ബന്ധുക്കളും ഇത് തന്നെയാണ് ആരോപിക്കുന്നത്. ഇതേ തുടർന്നാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ഉയർന്ന ആരോപണം. ഏതായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ആൺ സുഹൃത്ത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമായിരിക്കും കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുകയുള്ളൂ. ആത്മഹത്യയാണോ അതോ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്നുള്ളതൊക്കെ അതിനുശേഷം മാത്രമായിരിക്കും വ്യക്തമാവുകയുള്ളൂ.